ഒരു മന്ത്രി ഉണ്ടായിരുന്നല്ലോ, ഒരു വ്യവസായ മന്ത്രി. തോൽപ്പിച്ചു, ജനങ്ങൾ തോൽപ്പിച്ചു കൊടുത്തു. പി രാജീവ് എന്ന് പറയുന്ന വ്യവസായ മന്ത്രി. ഇയാൾ നമ്മളോട് എന്താ പറഞ്ഞതറിയോ? 1,00,000-ലേറെ വ്യവസായ സംരംഭങ്ങൾ ഇവിടെ കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് കേരളത്തിലെ 1000 എന്നല്ല 1,00,000-ലേറെ സംരംഭങ്ങൾ ഇവിടെ തുടങ്ങിയത്രേ. കള്ളത്തരം, പച്ച കള്ളത്തരല്ലേ, പെരുങ്കള്ളം പറയാന്ന് പറഞ്ഞാൽ. 1,00,000-ലേറെ സംരംഭങ്ങൾ. അതിന് കൂടെ പറഞ്ഞു അതിന്റെ ഫലമായി 2,00,000 ആൾക്കാർക്ക് പണി കിട്ടിയെന്ന്. 1,00,000 സംരംഭം തുടങ്ങിയിട്ട് 2,00,000 ആൾക്കാർക്ക് പണി എന്ന് പറഞ്ഞാൽ ഒരു സംരംഭത്തിലൂടെ 2 ആൾക്കാർക്ക് പണി. ഇവന്റെ സംരംഭം എന്ന് പറഞ്ഞാലേ ഓംലെറ്റ് അടിക്കല്, തട്ടുകട നടത്തല്. ഏതെങ്കിലും സ്ത്രീ എവിടെങ്കിലും പലിശക്ക് കടം വാങ്ങിയിട്ട് ഒരു തയ്യൽ മിഷൻ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതൊരു സംരംഭമാണ്. ഒരു പെട്ടിപ്പീടിയ നടത്തിയാൽ അതൊരു സംരംഭമാണ്. സ്കൂളിന്റെ മുന്നിൽ ഒരു ഐസ്ക്രീം കച്ചവടക്കാരൻ സൈക്കിളിലെ ഐസ്ക്രീമും കൊണ്ടുവന്നാൽ അതൊരു സംരംഭമാണ്. ഈ ഉന്തുവണ്ടിക്കാരെ കടലക്കയും കൊണ്ട് കണ്ട് നിലക്കടലയും കൊണ്ട് കടലക്കച്ചവടം നടത്തിയ ഒരാള് തൃശ്ശൂരില് കോടീശ്വരനായി മാറിയിട്ടുണ്ടല്ലോ അല്ലെ. അപ്പൊ സഖാക്ക് കടലക്കച്ചവടം നടത്തിയാലും കോടീശ്വരനാകാം. അത് വേറൊരു കഥ, നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാവും, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ പി രാജീവ് ഇങ്ങനെ ഒരുപാട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിരുന്നു, അതായത് മഹാകള്ളത്തരങ്ങൾ. ഇതിന്റെ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന കാര്യം അതാണ് കേരളകൗമുദിയുടെ ഇന്നലത്തെ ആ സ്റ്റോറി. അപ്പോഴാണ് നമുക്ക് വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഈ 3 ആഴ്ച കൊണ്ട് വി ഡി സതീശൻ ചെയ്ത പ്രവർത്തനങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുമല്ല, അതിനേക്കാൾ ഉപരിയായ ഏറ്റവും നമ്മളിങ്ങനെ കോരിത്തെരിപ്പിക്കുന്ന, നമുക്കിങ്ങനെ രോമാഞ്ചം വരുന്ന, ഇങ്ങനെയായിരിക്കണം ഒരു മുഖ്യമന്ത്രി, ഇങ്ങനെയായിരിക്കണം ഒരു സർക്കാർ എന്ന് തോന്നിപ്പിക്കുന്ന പ്രവർത്തനമായിരുന്നു അത്. അതാണ് ഇന്നലത്തെ കേരളകൗമുദിയുടെ 1-ാം പേജിൽ എല്ലാവർക്കും കാണാമെന്ന് കരുതുന്നു. 1 വർഷമായി ഉടക്കിട്ട് ഉദ്യോഗസ്ഥർ ഉണ്ടോ? 1 വർഷമായി ഉടക്കിട്ട് ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയെ അറിയിച്ചു, വ്യവസായ ഭൂമി ഉടൻ റെഡി. എം എസ് സജീവൻ തയ്യാറാക്കിയ സ്റ്റോറിയാണേ. അതായത് 1 വർഷം പിണറായി ഭരിക്കുന്ന കാലത്ത് ഈ വ്യവസായ സംരംഭകൻ ഉണ്ടല്ലോ, ജോഷി തോമസ് എന്ന് പറയുന്ന വ്യവസായ സംരംഭകൻ കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ അദ്ദേഹം ഒരു പുതിയ സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് അവിടെ ഭൂമി വാങ്ങി, പൈസയൊക്കെ അടച്ചു. പക്ഷെ അതിന്റെ ഒരു സ്കെച്ച് തയ്യാറാക്കി കിട്ടാൻ വേണ്ടിയിട്ട് വ്യത്യസ്തങ്ങളായ സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങി ഇയാള് 1 കൊല്ലം മുഴുവൻ, 1 വർഷമായിട്ടും അയാൾക്ക് സ്കെച്ച് കൊടുത്തില്ലാന്നേ. 1 വർഷമായിട്ടും ആ സ്കെച്ച് കൊടുത്തില്ല. ഒന്ന് ആലോചിച്ചപ്പോഴേ, ഇതാണ് പിണറായി വിജയന്റെ 5 വർഷത്തെ ഭരണം എന്ന് പറഞ്ഞാൽ. ഏത് രീതിയിലാണ് വ്യവസായം ഇവിടെ വ്യവസായം ഉണ്ടാവാൻ പാടില്ല. ഇതാണ് ഉണ്ടായ വ്യവസായം മുഴുവൻ ഈറ്റിങ്ങൾ പൂട്ടിക്കും അല്ലെ. വ്യവസായം ആരെങ്കിലും തുടങ്ങിയാൽ നോക്കുകൂലി ആവശ്യപ്പെടും, അവിടെ ചുവന്ന കൊടി കുത്തും, പൂട്ടിക്കും, ഞങ്ങൾ പൂട്ടിക്കും. അതാണ് അതുകൊണ്ടാണല്ലോ സാബുവിൻ ജേക്കബിനെ പോലുള്ള ആൾക്കാർ മുഴുവനും എങ്ങോട്ടേക്ക് പോയത്? അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോയത്. മുഖ്യമന്ത്രിയുടെ മോള് വീണ പോലും IT കമ്പനി തുടങ്ങിയത് എവിടെയാ? അതിന്റെ അഡ്രസ് എന്താണ്? AKG സെന്ററിന്റെ അഡ്രസ്സാണ് വീണയുടെ എക്സാലോജിക്കിന്. എവിടെയാ തുടങ്ങിയത്? അത് തുടങ്ങിയത് ബാംഗ്ലൂരിൽ. അപ്പൊ എന്ന് പറഞ്ഞാൽ സഖാക്കൾക്ക് പോലെ അറിയാം ഇവിടെ വ്യവസായം തുടങ്ങാൻ പറ്റില്ല. കാരണം ഈ ഗുണ്ടകൾ, CPM-ന്റെ ഗുണ്ടകൾ അത് പൂട്ടിക്കും. ആ ഗുണ്ടകൾക്ക് എല്ലാ ഒത്താശയും പിണറായി സർക്കാർ ചെയ്തു കൊടുക്കും. അപ്പൊ ഈ ജോഷി തോമസ് എന്ന് പറയുന്ന സംരംഭകൻ 1 വർഷം കയറി ഇങ്ങനെയായിരുന്നല്ലോ. നമ്മുടെ തളിപ്പറമ്പില് ശ്യാമള, PK ശ്യാമള എന്ന് പറയുന്ന അപ്പം ഗോവിന്ദന്റെ ഭാര്യ, ഈ പ്രവാസി വ്യവസായി, അയാളുടെ ജീവിതകാലം മുഴുവൻ പ്രവാസ ജീവിതത്തിൽ നിന്ന് അയാൾ സ്വരുക്കൂട്ടി അയാളുടെ സമ്പാദ്യം കൊണ്ട് അയാളോട് ഒരു കൺവെൻഷൻ സെന്റർ തുടങ്ങിയതായിരുന്നു. ശ്യാമള എന്താ പറഞ്ഞത്? തുറക്കാൻ സമ്മതിക്കില്ല, ഞാൻ ഈ കസലിൽ ഇരിക്കുന്നിടത്തോളം കാലം നിന്റെ കൺവെൻഷൻ സെന്റർ തുറക്കാൻ ഞാൻ അനുവാദം തരില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ക്രമപ്രശ്നങ്ങൾ ഉന്നയിച്ച് ഇയാൾ അതിന്റെ പുറമെ ഒരുപാട് കടവും വാങ്ങിയിരുന്നു എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ജീവിക്കാൻ പറ്റാതായി. ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞപ്പോ എന്താണ് ദേശാഭിമാനി പിറ്റേന്ന് എഴുതിയത്? ഇയാൾ കടം കയറിയിട്ടോ അല്ലെങ്കിൽ ഈ PK ശ്യാമള അനുവാദം കൊടുക്കാത്തത് കൊണ്ട് മനം നൊന്നിട്ടൊന്നും അല്ല ആത്മഹത്യ ചെയ്തത്. അയാളുടെ ഭാര്യ, ഈ മരിച്ചുപോയ ആളുടെ ഭാര്യയുടെ അവിഹിതം, അതിന്റെ പേരിൽ ഒരുപാട് തെളിവുകൾ ഇവർ നടത്തി. ഒരു ഫോൺ സംഭാഷണം, ഇയാളുടെ ഡ്രൈവറും ഭാര്യയും തമ്മിലുള്ള അവിഹിതം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ ദേശാഭിമാനി അതിൽ ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ടൊക്കെയാണ് PK ശ്യാമളയെ നാണം കെട്ട രീതിയിൽ തോൽപ്പിച്ചത് തളിപ്പറമ്പുകാർ. ഞാൻ പറഞ്ഞപ്പോ ഇതിന്റെ വിഷയം മാറിപ്പോയി.
ചില കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങനെയാണല്ലോ, ചില കാര്യങ്ങൾ പറയുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഈ ജോഷി തോമസ് ഒരു വർഷം മുഴുവൻ കയറിയിറങ്ങി താലൂക്ക് ഓഫീസിലും ഈ പറയുന്ന വ്യവസായവുമായി ബന്ധപ്പെട്ട ഓഫീസുകളിലും ഒക്കെ കയറിയിറങ്ങി പൈസ മുഴുവൻ അടച്ചു. ഇയാൾക്ക് അതിന്റെ സ്കെച്ച് തരുന്നില്ല. ഒരു വർഷമാണ് ഇയാളുടെ ജീവിതത്തിന്റെ ഒരു വർഷം മുഴുവൻ പിണറായി വിജയൻ സർക്കാർ നശിപ്പിച്ചു. അപ്പോഴാണ് ഈ എന്ത് കാണുന്നത്, ഈ പറയുന്ന, അതായത് കേരള കൗമുദിയുമായി ബന്ധപ്പെട്ട ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് വി ഡി സതീശൻ നടത്തിയ ഈ അഭിമുഖം കാണുന്നത്. ഈ അഭിമുഖത്തിന് താഴെ തന്റെ കഥ, തന്റെ അനുഭവം വിവരിച്ചുകൊണ്ട് ജോഷി തോമസ് ഒരു പോസ്റ്റ് ഇടുകയാണ്. ആ പോസ്റ്റ് ഇട്ട അരമണിക്കൂറിനുള്ളിൽ ജോഷി തോമസിന് ഒരു ഫോൺ കോൾ വരികയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്. നിങ്ങൾക്ക് ഈ നിങ്ങളുടെ സംരംഭത്തിന് അനുമതി തരാത്ത ആ ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ്, അവരുടെ ഫോൺ നമ്പർ തരാൻ വേണ്ടി പറയുന്നു. ഫോൺ നമ്പർ കൊടുക്കുന്നു. 24 മണിക്കൂറിനകം ആ സ്കെച്ച്, ഒരു കൊല്ലം പിണറായി സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ ഒരു കൊല്ലം നൽകാതിരുന്ന സ്കെച്ചാണ് വി ഡി സതീശൻ അധികാരമേറ്റ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഉടനെ ഒരൊറ്റ ഫോൺ കോളിൽ ഈ വ്യവസായ സംരംഭത്തിന് നൽകുന്നത്. ഞാനതാ പറഞ്ഞത്. അതായത് ഈ ആശാവർക്കർമാർക്ക് 3000 രൂപ കൊടുത്തതോ അല്ലെങ്കിൽ ഇത്തരം അതിനെ തുടർന്നു വന്ന നേരത്തെ ഞാൻ വായിച്ച 10-30ഓളം വി ഡി സതീശൻ സർക്കാർ ചെയ്ത മഹത്തരമായ കാര്യങ്ങൾ, ഏറ്റവും മികച്ച കാര്യങ്ങൾ, ജനപ്രിയ പരിപാടികൾ, ഇതിനേക്കാളൊക്കെ അപ്പുറം ഇതാണ് എന്നെ ആകർഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. ഇതാണ് കേട്ടോ. ഞാനത് ഇന്നലത്തെ കേരള കൗമുദിയിലെ ആ സംഭവം, ഇത് മറ്റു പത്രങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാത്തത് കൊണ്ട് ആ വാർത്ത മുഖ്യമന്ത്രിയെ അറിയിച്ചു, വ്യവസായ ഭൂമി ഉടൻ റെഡി. ഒരു ചെറിയ വാർത്തയാണ്, നിങ്ങളത് അറിയണം കേട്ടോ, നിങ്ങൾ അറിയണം. അതായത് MS സജീവന്റെ വാർത്ത, വ്യവസായ യൂണിറ്റ് തുടങ്ങാൻ ആഗ്രഹിച്ച സംരംഭകനെ ഒരു വർഷം വട്ടം കറക്കി ഉദ്യോഗസ്ഥർ. ഏത് ഉദ്യോഗസ്ഥർ? പി രാജീവ് എന്ന് പറയുന്ന വ്യവസായ മന്ത്രി ഭരിച്ചിരുന്ന കാലത്തെ ഉദ്യോഗസ്ഥർ. കാര്യമറിഞ്ഞതോടെ ഒരു മണിക്കൂറിനകം പരിഹാരമുണ്ടാക്കി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഒരു വർഷം പിണറായി സർക്കാർ വട്ടം കറക്കിയ ആ സംരംഭകന് ഒരൊറ്റ മണിക്കൂർ കൊണ്ട് അയാളുടെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കുന്നു വി ഡി സതീശൻ. എടോ അന്തം കമ്മികളെ, ഇനിയും ചൊറിയാൻ വരൂ. അങ്കമാലി സ്വദേശി ജോഷി തോമസിന് കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ പെയിന്റിംഗ് നിർമ്മാണ യൂണിറ്റിനുള്ള സ്ഥലമാണ് അനുവദിച്ചു കിട്ടിയത്. സ്ഥലത്തിന് പണമടച്ച് രേഖകൾ കിട്ടാൻ ഒരു വർഷമായി ഓഫീസുകൾ കയറി ഇറങ്ങുകയായിരുന്നു അദ്ദേഹം. പാലക്കാട് ജില്ലാ വ്യവസായ കേന്ദ്രത്തിലാണ് പണമടച്ചിരുന്നത്. സ്ഥലം അളന്നുവെങ്കിലും സ്കെച്ച് തഹസീൽദാർ ഓഫീസിൽ നിന്ന് കൊടുത്തില്ല. മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് ഉഴപ്പുകയായിരുന്നു. ഇതിനിടെ കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഫേസ്ബുക്ക് അഭിമുഖം കണ്ടു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂട്യൂബിലല്ല, ഫേസ്ബുക്ക് അഭിമുഖം കണ്ടു. വ്യവസായികളെ മാന്യമായി കാണും, അവരെ വെറുതെ ബുദ്ധിമുട്ടിക്കില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് കേട്ടു. ഈ ഫേസ്ബുക്ക് അഭിമുഖത്തിൽ തന്റെ ദുരനുഭവം വിവരിച്ച് വെറുതെ കമന്റ് ഇട്ടതാണ്. അരമണിക്കൂറിനകം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സെക്രട്ടറി അനിൽകുമാർ വിളിച്ചു. നോക്കണം നിങ്ങൾ, കേരളത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നേരത്തെ എന്തൊക്കെയായിരുന്നു കാരണബോധം പരിശപ്പ് ഇവിടെ എന്താ പറയാ, CM-നോട് എപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാം, എപ്പോഴും സംസാരിക്കാം, ആർക്കും സംസാരിക്കാൻ പറ്റില്ലാന്ന്. കാരണബോധത്തോട് സംസാരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന മറുപടി എല്ലാവർക്കും അറിയില്ലേ? വീട്ടിൽ പോയി ചോദിക്കുന്നല്ല കാരണബോധം പറയാ അല്ലേ? ഏതായാലും അങ്ങനെ ഈ അനിൽകുമാർ വിളിക്കുന്നു, ഉദ്യോഗസ്ഥരുടെ നമ്പറുകൾ വാങ്ങുന്നു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും വിളി വന്നു. പിറ്റേന്ന് രേഖകൾ വാങ്ങിക്കൊള്ളാൻ നിർദ്ദേശം. തിങ്കളാഴ്ച രാവിലെ ജോഷിയും ഭാര്യ സൗമ്യയും താലൂക്ക് ഓഫീസിലെത്തി. തഹസിൽദാർ അന്ന് അവധിയായിരുന്നു. പിറ്റേന്ന് സ്കെച്ച് ഒപ്പിട്ട് നൽകാമെന്നും അറിയിച്ചു. അങ്ങനെ ചൊവ്വാഴ്ച രേഖകൾ കിട്ടി. അടുത്ത ദിവസം തന്നെ വ്യവസായ കേന്ദ്രവുമായി കരാർ ഒപ്പിട്ടു. അങ്ങനെ ഒരു വ്യവസായ സംരംഭകന്റെ ആ സംരംഭം ഒരൊറ്റ മണിക്കൂർ നേരം കൊണ്ട് വി ഡി സതീശൻ ശരിയാക്കി കൊടുക്കുകയാണ്. അന്തം കമ്മികളെ, നിങ്ങളഞ്ഞ് ഒരു കാലത്തും ഇനി അധികാരത്തിൽ കേട്ടില്ല. ഇതാണ് ഇങ്ങനെ വേണം ഭരിക്കാൻ. അതിന്റെ ഒരു സൈഡ് സ്റ്റോറി ഉണ്ട്. 2 കോടിയുടെ പെയിന്റ് നിർമ്മാണ യൂണിറ്റ്. അതായത് വ്യവസായ രംഗത്ത് 32 വർഷമായി ജോഷിയും ഭാര്യ സൗമ്യയും ഉണ്ട്. സൗമ്യ പോളിമേഴ്സ് എന്ന സ്ഥാപനം കഞ്ചിക്കോട് ഫ്ലവേഴ്സ് എന്ന ബ്രാൻഡിൽ പെയിന്റ് നിർമ്മിക്കുന്നുണ്ട് കേട്ടോ.
സൗമ്യ പോളിമേഴ്സ് എന്ന സ്ഥാപനം കഞ്ചിക്കോട് ഫ്ലവേഴ്സ് എന്ന ബ്രാൻഡിൽ പെയിന്റ് നിർമ്മിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇവർ കുടുംബപരമായി ഇവർ വ്യവസായികളാണ്. അലൻ പോളിമേഴ്സ് എന്ന പുതിയ യൂണിറ്റ് ആണ് വരുന്നത്. 2 കോടി രൂപ നിക്ഷേപം പ്രതീക്ഷിക്കുന്നു. നിർമ്മാണം ഉടൻ തുടങ്ങും. അപ്പൊ 2 കോടിയുടെ ഒരു നിർമ്മാണ യൂണിറ്റിനാണ് പിണറായി സർക്കാർ ഇമ്മാതിരി തോന്നിയാസം ഈ സംരംഭകനോട് കാണിച്ചത് കേട്ടോ. എന്നിട്ട് ജോഷി തോമസ് മാത്രമല്ല, ജോഷി തോമസും ഭാര്യ സൗമ്യയും പറയുന്നു, എറിയാൻ അറിയുന്നവന് വടി കൊടുക്കണം എന്ന് പറയുന്നത് വെറുതെ അല്ല, എറിയാൻ അറിയുന്നവന് വടി കൊടുക്കണം. പോരെ നീ കാരണഭൂതത്തെ കുറിച്ച് ഒന്നും പറയണ്ടല്ലോ. കാരണഭൂതത്തിന്റെ കയ്യില് വടിയല്ല, അതിന്റെ അങ്ങപ്പുറണ്ടായിട്ട് ചെങ്ങായിക്ക് എറിയാൻ അറിയില്ലല്ലോ. അതാണ് ഇന്നലത്തെ വാർത്ത. ഇന്ന് കേരളമതിയുടെ ബാക്ക് പേജില് അതിന്റെ ഒരു ഫോളോ അപ്പ് ഉണ്ട്. അതിന്റെ ഫോളോ അപ്പ് ഇങ്ങനെയാണ്: സംരംഭകന് വഴി തുറന്നത് കേരളകൗമുദി. കേരളമതിയുടെ എം എസ് സജീവനെ ഞാൻ അഭിനന്ദിക്കുകയാണ്, മനസ്സ് തുറന്ന് അഭിനന്ദിക്കുകയാണ്. ഇങ്ങനെയാണ് റിപ്പോർട്ടർമാർ ചെയ്യേണ്ടത്. അതല്ലാതെ ഈ മറ്റേ റിപ്പോർട്ടർ ടിവിയിലെ റോഷിപ്പാലിന്റെ മാതിരി തോന്നിയാസം കളിക്കലല്ല. ഇതായിരിക്കണം ഒരു റിപ്പോർട്ടർ ചെയ്യേണ്ടത്. അപ്പൊ സജീവന്റെ ആ ഇടപെടലിലൂടെയാണ് ഇക്കാര്യം ലോകം അറിയുന്നത്. അപ്പൊ 10ാം ക്ലാസ്സുകാരന്റെ വിറ്റുവരവ് 50 കോടി എന്നാണ് തലക്കെട്ട്. ഇതില് ഒരു സംരംഭകനെയും ശത്രുവായി കാണില്ല. ആ ഫേസ്ബുക്ക് പോസ്റ്റ്, അതായത് കേരളകൗമുദിയിൽ വന്ന ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ട്. അതിൽ പറയുന്ന ഇങ്ങനെയാണ്: സതീശൻ സാർ ഇന്നാട്ടിൽ എന്താണ് നടന്നു വരുന്നത് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കും എന്ന് കരുതുന്നു. സാർ, എന്റെ അനുഭവം ചുരുക്കി എഴുതട്ടെ. ഞാൻ പാലക്കാട് വ്യവസായ കേന്ദ്രത്തിൽ 10 വർഷം മുമ്പ് ഒരു സംരംഭം തുടങ്ങാൻ സ്ഥലത്തിനു വേണ്ടി അപേക്ഷ വെച്ചയാളാണ്. 1 വർഷം മുമ്പ് 50 സെന്റ് സ്ഥലം അനുവദിച്ചു. മുഴുവൻ പണവും അടച്ചു. സ്ഥലം അളന്ന് അതിന്റെ സ്കെച്ച് തയ്യാറാക്കി നൽകുവാൻ താലൂക്ക് ഓഫീസിൽ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് 1 വർഷമായി എന്ന് ഈ ജോഷി തോമസിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ജോഷി തോമസ് ഇട്ട കമന്റിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഞാനത് നേരത്തെ ഞാൻ വായിച്ചു, എങ്കിലും ഒരു തവണ കൂടി വായിക്കാം. മുഖ്യമന്ത്രി പറഞ്ഞത്, കച്ചവടക്കാർ, ബിസിനസ്സുകാർ, വ്യാപാരികൾ ഇവരെല്ലാം സർക്കാരിന്റെ മിത്രങ്ങളാണ്. ഞാൻ അവരെ കാണുന്നത് മാന്യരായ നികുതിദായകരായാണ്. ഈ വാർത്ത എങ്ങനെയാണ്? പുതിയ പ്ലാന്റ് 6 മാസത്തിനകം, അതായത് ഈ സ്കെച്ച് കിട്ടിക്കഴിഞ്ഞു, 6 മാസത്തിനകം ഇതാ 2 കോടി രൂപ മുതൽ മുടക്കുള്ള പുതിയൊരു പ്ലാന്റ് ഈ സംരംഭകൻ കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ ആരംഭിക്കുകയാണ്. എം എസ് സജീവന്റെ ബൈലൈനിൽ ആ സ്റ്റോറി ഇങ്ങനെ: വ്യവസായ സംരംഭം ആരംഭിക്കാൻ 1 വർഷം താലൂക്ക് ഓഫീസ് കയറി ഇറങ്ങിയ പാലക്കാട്ടെ ജോഷി തോമസിന് ഒറ്റ ദിവസം കൊണ്ട് രേഖകൾ ലഭ്യമാകാൻ വഴി തെളിയിച്ചത് കേരളകൗമുദിയാണ്. അപ്പൊ കേരളകൗമുദി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, കേരളകൗമുദി എന്ന് പറയുന്ന പത്രത്തിന്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങൾ ഏറ്റെടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത്. കേരളകൗമുദിയുടെ 115ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പ്രസംഗത്തിന്റെ വീഡിയോ കേരളകൗമുദിയുടെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഇതിന് ജോഷി എഴുതിയ കമന്റ് ആണ് ഇടപെടലിന് കാരണമായത്. തിരുവനന്തപുരം ഹോട്ടൽ ലെമൺ ട്രീ പ്രീമിയറിലെ ചടങ്ങിൽ മുഖ്യമന്ത്രിയുമായി സംവദിക്കാൻ സംരംഭകർക്ക് അവസരം ഒരുക്കിയിരുന്നു. നിംസ് മെഡിസിറ്റി മാനേജിംഗ് ഡയറക്ടർ MS ഫൈസൽ ഖാന്റെ ചോദ്യത്തിന് ഒരു സംരംഭകനെയും ശത്രുവായി കാണില്ലെന്ന മുഖ്യമന്ത്രിയുടെ മറുപടിയാണ് ജോഷിക്ക് പ്രചോദനമായത്. ആ മറുപടി കേട്ടപ്പോഴാണ് ജോഷി തന്റെ അനുഭവം മുഖ്യമന്ത്രിയെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴെ ഒരു കമന്റിലൂടെ, അതാണ് ഏറ്റവും വലിയ രസം. അതായത് മുഖ്യമന്ത്രി വി ഡി സതീശനെ ഫോൺ വിളിക്കുകയോ വി ഡി സതീശനെ നേരിട്ട് പോയി കാണുകയോ ഓഫീസിൽ അദ്ദേഹത്തിന്റെ PA കാണുകയോ ഒന്നുമല്ല ചെയ്തത്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ അദ്ദേഹം ഒരു കമന്റ് ഇടുകയാണ് ചെയ്തത്. ആ കമന്റ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി കാണുകയും അരമണിക്കൂറിനകം അദ്ദേഹത്തെ തിരിച്ചു വിളിക്കുകയും അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് അത് ഞാൻ ശരിയാക്കി തരാം, ഏത് ഉദ്യോഗസ്ഥനാണ് ആ ഉദ്യോഗസ്ഥന് നമ്പർ തരുമെന്ന് പറയുകയും ചെയ്യുമ്പോൾ, ഇതാണ് സർക്കാർ എന്ന് പറയുന്നത്. പ്രവർത്തിക്കുന്ന സർക്കാരാണിത്. പ്രവർത്തിക്കുന്ന സർക്കാർ ആണ് ഇത് എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. ഇനി നിങ്ങൾ പറ, സതീശൻ സർക്കാർ ചെയ്ത നിരവധിയായ ഈ കാര്യങ്ങൾ, നേരത്തെ ഞാൻ അക്കമിട്ട് പറഞ്ഞ ഈ കാര്യങ്ങളെക്കാൾ നമ്മൾ ത്രില്ലടിപ്പിക്കുന്ന ഇതാണ്. ഇങ്ങനെ ഒരു സർക്കാർ അല്ലേ? ഇപ്പം രമേശ് ചെന്നിത്തലയുടെ ഈ ഓപ്പറേഷൻ തൂഫാൻ പോലെ ഇപ്പോൾ ആൾക്കാർ ചോദിക്കുന്നതാണ്, 10 വർഷം പിണറായി വിജയൻ ഭരിച്ചപ്പോ ഇവിടെ ലഹരിയും ഇത്തരത്തിലുള്ള സിന്തറ്റിക് ഡ്രഗ്സ് ഇങ്ങനെ ഒഴുകുകയായിരുന്നു. എവിടെയായിരുന്നു പോലീസ്? അതേ പോലീസ് തന്നെയല്ലേ? അതേ പോലീസ് ഇപ്പൊ പിടിക്കുകയാണ്. എത്ര പേരെയാണ് അറസ്റ്റ് ചെയ്യുന്നത്? എത്ര കിലോഗ്രാം ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകളാണ് പിടികൂടുന്നത്? കാരണം ഇതാണ്, ഒരു തലപ്പത്തൊരു മന്ത്രി വേണം, ആ മന്ത്രിക്ക് ഒരു ഇച്ഛാശക്തി വേണം. ഇതൊന്നും ഉണ്ടായിരുന്നില്ല. വാഴ പോലെ എന്താ പറയാ, വേണ്ട
പറയാൻ തുടങ്ങിയാൽ മോശം വാക്കുകൾ വരും. അതുകൊണ്ട് ഞാൻ നിയന്ത്രിക്കുകയാണ്. ഏതായാലും ഇവിടുത്തെ ജനങ്ങൾ മറുപടി കൊടുത്തിട്ടുണ്ട്. ഇനിയും കൂടുതൽ കാരണഭൂതത്തെ ആക്രമിക്കുന്നില്ല. കാരണം കാരണഭൂതത്തിന്റെ ഈ ഇടപാട് കഴിയാൻ വേണ്ടി പോവുകയാണ്. ഈ ആഗസ്റ്റ് മാസത്തോടെ കാരണഭൂതത്തിന് പ്രതിപക്ഷ നേതൃസ്ഥാനം നഷ്ടപ്പെടാൻ പോവുകയാണ്. അത് ഇതിന് തൊട്ടു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിരുന്നു. അതുകൊണ്ട് അക്കാര്യത്തിലേക്ക് കടക്കുന്നില്ല. ഇനി ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ജോഷി തോമസിന്റെ ഒരു കുടുംബ ചിത്രം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജോഷി തോമസും ഭാര്യയും മക്കളും അടങ്ങിയ ആ കുടുംബം. എന്നിട്ട് പറയാണ്, 10ാം വയസ്സിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട ജോഷി 1991 10ാം ക്ലാസ് പാസ്സായ ശേഷം ബന്ധുവിന്റെ കടയിൽ സഹായിയായി. റബ്ബർ സൊല്യൂഷന് വലിയ ഡിമാൻഡ് കണ്ടപ്പോൾ കാലടിയിൽ ചെറിയൊരു നിർമ്മാണ യൂണിറ്റ് തുറന്നു. പച്ച പിടിച്ചപ്പോഴേക്കും മലിനീകരണം പറഞ്ഞ് 2011 പഞ്ചായത്ത് അത് പൂട്ടിച്ചു. കുടുംബം പോറ്റാൻ ഡ്രൈവറായി. പിന്നീട് പാലക്കാട്ടെത്തി പൂട്ടിക്കിടന്ന തിന്നർ നിർമ്മാണ കമ്പനി ഏറ്റെടുക്കാൻ ശ്രമിച്ചു. കേന്ദ്ര സർക്കാരിന്റെ സ്റ്റാൻഡപ്പ് ഇന്ത്യ പദ്ധതിയിൽ വനിതകൾക്ക് വായ്പ ലഭിക്കുമെന്നറിഞ്ഞ് ഭാര്യ സൗമ്യയുടെ പേരിൽ അപേക്ഷിച്ചു. 1 കോടി രൂപ നിക്ഷേപത്തിൽ സൗമ്യ പോളിമേഴ്സ് ആരംഭിച്ചു. 100ലേറെ പെയിന്റ് അനുബന്ധ ഉൽപ്പന്നങ്ങൾ ഫ്ലവേഴ്സ് ബ്രാൻഡിൽ വിപണിയിലുണ്ട്. 50 കോടിയാണ് വിറ്റുവരവ്. രണ്ടാമത്തെ യൂണിറ്റിന് വാങ്ങിയ 70 സെന്റാണ് ഉദ്യോഗസ്ഥരുടെ ഉടക്കിൽ കുടുങ്ങിയത്. 6 മാസത്തിനകം അലൻ പോളിമേഴ്സ് എന്ന പുതിയ പ്ലാന്റ് സജ്ജമാക്കും. മക്കൾ, അതായത് ജോഷി തോമസിന്റെ മക്കളാണ് അനറ്റ് മരിയ, അൽന മരിയ, അലീന മരിയ, അലൻ ജോഷി. എങ്ങനെയുണ്ട്? അപ്പൊ ഇതാണ് പറയുന്നത് എന്തുകൊണ്ട് വി ഡി സതീശൻ സർക്കാരിനെ നമ്മൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നു. ഓരോ ജനങ്ങളും ആക്രമിക്കുന്ന അപ്പുറം പോയിരുന്നിട്ട് പിണറായി വിജയന്റെ ആസനം കഴുകുന്ന അടിമകൾ ഇപ്പോഴും എന്താ പറയാ, സതീശൻ മേനോൻ, പൂക്കി സതീശൻ മേനോൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നിലാവുള്ള സമയത്ത് ചന്ദ്രനെ നോക്കിയിട്ട് ഓരിയിടുന്ന പട്ടികളുണ്ട്. കൂടുതലൊന്നും പറയുന്നില്ല. കൂടുതലൊന്നും പറയിപ്പിക്കരുത് അന്തംഗമ്മികളെ കേട്ടോ. അപ്പൊ ഏതായാലും കേരള കൗമുദിക്ക്, MS സജീവന് ഒക്കെ ഒരുപാട് അഭിനന്ദനങ്ങൾ. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത അതിന്റെ താഴെ നിങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. അതൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ. അത്രമാത്രം. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഓക്കെ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ്. കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ 3 ആഴ്ചക്കുള്ളിൽ അല്ലെ, ഇപ്പം 18ാം തീയതിയാണ് വി ഡി സതീശൻ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് 12ാം തീയതിയാണ്. ഇതൊരു 2-3 ദിവസം മുമ്പ് പ്രത്യക്ഷപ്പെട്ട ചില പോസ്റ്റുകളാണ്. അതായത് ഒരു 3 ആഴ്ചയാവുമ്പോഴത്തേക്ക്, സത്യപ്രതിജ്ഞ ചെയ്ത് 3 ആഴ്ചക്കുള്ളിൽ വി ഡി സതീശൻ സർക്കാർ ചെയ്ത ജനപ്രിയ നടപടികൾ, ഇതിൻ്റെ ഒരു ലിസ്റ്റ് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് ആ ലിസ്റ്റ് ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. നിങ്ങൾ പലരും കണ്ടിരിക്കും, എങ്കിലും കണ്ടതാണെങ്കിലും നിങ്ങൾ വായിച്ചതാണെങ്കിലും ഒരിക്കൽ കൂടി എന്തൊക്കെയാണ് കഴിഞ്ഞ ഒരു 15 ദിവസത്തിനുള്ളിൽ വി ഡി സതീശൻ കേരളത്തിൽ നടപ്പാക്കിയത് എന്നുള്ളത് നമ്മുടെ അന്തംഗമ്മികൾ വീണ്ടും അവരുടെ ശ്രദ്ധയിൽ വരേണ്ടതാണ് കേട്ടോ. 1, ആശാ വർക്കർമാർക്ക് 3000 രൂപ കൂട്ടിക്കൊടുത്തു. ആശാവർക്കർമാർക്ക് 3000 രൂപ കൂട്ടിക്കൊടുത്തു. അംഗനവാടി ടീച്ചർമാർക്ക് 1000 രൂപ. പാചക തൊഴിലാളികൾക്ക് 500 രൂപ. ഹെൽപ്പർമാർക്ക് 500 രൂപ. ഇതൊക്കെ കൂട്ടിക്കൊടുത്തു കേട്ടോ. സ്ത്രീകൾക്ക് ഓർഡിനറി KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര തിങ്കളാഴ്ച തുടങ്ങുകയാണ്. കത്രിക വയറ്റിൽ കുടുങ്ങിയ ഹർഷീനക്ക് സർക്കാർ ജോലി. കാലാവധി തീർന്ന PSC റാങ്ക് ലിസ്റ്റുകൾ നീട്ടി. കാലാവധി തീരാനായ ലിസ്റ്റിൽ നിന്ന് 42 SI നിയമനം. ആശുപത്രിയിലുണ്ടായ അനാസ്ഥ മൂലം മരിച്ച വേണുവിന്റെ കുടുംബത്തിന് 5 ലക്ഷം. മയക്കുമരുന്ന് കച്ചവടക്കാരെ പിടിച്ചുകെട്ടാൻ ഓപ്പറേഷൻ തൂഫാൻ. നവീൻ ബാബുവിന്റെ മരണം CBIക്ക് വിട്ടുകൊണ്ടുള്ള ശുപാർശ. മാത്രമല്ല, നവീൻ ബാബുവിന്റെ മകൾക്ക് സർക്കാർ സർവീസിൽ ജോലി. ആലപ്പുഴയിലെ പോലീസ് ആക്രമണം, അതായത് രക്ഷാപ്രവർത്തനം, ആലപ്പുഴയിലെ പോലീസ് ആക്രമണം അന്വേഷിക്കാൻ SIT 5 പേർ പിടിയിലായി. എറണാകുളത്തെ ഭൂപ്രശ്നം പരിഹരിക്കാൻ തീവ്രമായ ഇടപെടൽ. കഴിഞ്ഞ 5-10 വർഷം പിണറായി സർക്കാർ അനങ്ങാതിരുന്ന ദളിത് വിഭാഗത്തിന്റെ ഭൂമി
പകരം അവർക്ക് ഭൂമി ലഭിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നു. മുഖ്യമന്ത്രിക്ക് അകമ്പടിയായി 2 വാഹനങ്ങൾ മാത്രം. നേരത്തെ 45 60 വാഹനങ്ങളിൽ ആ തമാശ അല്ലെങ്കിൽ പിണറായി വിജയന്റെ ആ രാജകീയ യാത്ര അതൊക്കെ അവസാനിപ്പിച്ച് മുന്നിലൊരു പൈലറ്റ് വണ്ടിയും പിന്നെ അകമ്പടി ആയി മറ്റൊരു വണ്ടി, രണ്ട് വാഹനങ്ങൾ മാത്രം. മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാ മന്ത്രിമാർക്കും പഴയ വാഹനങ്ങൾ മാത്രം. സ്കൂളുകളിൽ +1 സീറ്റുകൾ ആവശ്യത്തിനനുസരിച്ച്. എല്ലാ ബുധനാഴ്ചയും മന്ത്രിസഭാ യോഗത്തിന് ശേഷം കൃത്യമായ വാർത്താ സമ്മേളനങ്ങൾ. നേരത്തെ കാരണബോധം ചെയ്ത പോലെ ഈ കൈരളിയിലെയും ദേശാഭിമാനിയിലെയും 2-3 ലേഖകന്മാർക്ക് മാത്രം, അവർക്ക് മാത്രം ചോദ്യം ചോദിക്കാൻ അവസരം, ബാക്കിയുള്ള ആൾക്കാർ ചോദ്യം ചോദിക്കുമ്പോഴത്തേക്ക് എണീറ്റ് സമയം തീർന്നു എന്ന് പറഞ്ഞ് എണീറ്റ് പോകലല്ല, എല്ലാവരുടെയും ചോദ്യം, എല്ലാറ്റിനും കൃത്യമായ ഉത്തരം. ഇംഗ്ലീഷിൽ ചോദ്യം ചോദിക്കുന്നവർക്ക് ഇംഗ്ലീഷിൽ മറുപടി, മലയാളത്തിൽ ചോദ്യം ചോദിക്കുന്നവർക്ക് മലയാളത്തിൽ മറുപടി, ഷാർപ്പായ ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്ക് ഷാർപ്പായ മറുപടി. ആ രീതിയിലാണ് പത്രസമ്മേളനം. ഇടത് സർക്കാർ ഒപ്പിട്ട PMC പുനഃപരിശോധനയ്ക്ക് നിയമപ്രാബല്യം പരിശോധിക്കൽ. PMC പദ്ധതിയാണല്ലോ ഒച്ചപ്പാട് ബഹളം ഉണ്ടാക്കുന്നത്. PMC പദ്ധതിയിൽ നേരത്തെ തന്നെ LDF സർക്കാർ ഒപ്പിട്ട് കഴിഞ്ഞു. പിന്നെ അത് മരവിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അതിന്റെ MOU അനുസരിച്ച് ഒരു കക്ഷിക്ക് മാത്രം അതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ LDF സർക്കാർ ഒപ്പിട്ടതാണ് PMC പദ്ധതി. ഇനിയിപ്പം VD സതീശൻ സർക്കാർ തീരുമാനിച്ചാലും അതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. പിന്നെ വെറുതെ ഇവരിങ്ങനെ ബഹളം കൂട്ടിയിട്ട് കാര്യമുണ്ടോ? അപ്പൊ ഏതായാലും അത്തരം നടപടികളൊക്കെ വളരെ കൃത്യതയോടെ നോക്കി കണ്ട് തീരുമാനിക്കും എന്നുള്ള വളരെ ധീരമായ നിലപാട്. കാപ്പ കേസിലെ പ്രതികളെ ഓടിച്ചു പിടിക്കൽ, അല്ലെ, വെടിവെച്ചും പിടിക്കൽ. സെക്രട്ടേറിയറ്റിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം, മാധ്യമങ്ങൾക്ക് നിയന്ത്രണങ്ങളോടെയുള്ള പ്രവേശനം. നിയന്ത്രണങ്ങൾക്ക് കാരണം സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്ത് ആളാവാൻ നോക്കിയതിനാൽ എന്ന് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതിവേഗ റെയിലിന് ചർച്ച. ഈ മഞ്ഞക്കുറ്റിയൊക്കെ പിഴുതു മാറ്റിയപ്പോൾ ഇവർ പറഞ്ഞത് കേരളത്തില് ഇനിയിപ്പോ ഈ അതിവേഗ റെയിലൊന്നും ഉണ്ടാവില്ല, അത് മുഴുവൻ VD സതീശൻ അതിന്റെ സാധ്യത മുഴുവൻ മരവിപ്പിച്ചു എന്നായിരുന്നു. പക്ഷേ മറ്റൊരു അതിവേഗ, കാരണം ഈ സ്ഥലം ഏറ്റെടുക്കൽ ഇതേപോലെ ഇത്രയും കൂടുതൽ സ്ഥലമൊന്നും ഏറ്റെടുക്കാത്ത അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് ഇത്രമാത്രം ദോഷകരം അല്ലാതെയുള്ള ഒരു അതിവേഗ റെയിൽ സംവിധാനം വരാൻ വേണ്ടി പോകുന്നു. അതിനുള്ള ഒരുക്കങ്ങൾ. ഇതിൽ പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്റെ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്നതെന്ന് വെച്ചാൽ ഈ കാഫിർ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്ന ഷാഫി പറമ്പിലിനെ കൊടുക്കാൻ വേണ്ടിയിട്ട്, ഷാഫി പറമ്പിലിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു യൂത്ത് ലീഗ് പ്രവർത്തകന്റെ, യൂത്ത് ലീഗ് നേതാവിന്റെ, കാസിം എന്ന് പറയുന്ന യൂത്ത് ലീഗ് നേതാവിന്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് CPM ഉണ്ടാക്കിയ ഒരു വർഗീയ കാർഡ്, അല്ലെ, കാഫിർ സ്ക്രീൻഷോട്ട്. അത് അന്വേഷിച്ച് ചെന്നപ്പം, പിണറായി സർക്കാരിന്റെ കാലത്ത് അന്വേഷിച്ച് ചെന്നപ്പോൾ റിബേഷ് രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു DYFI നേതാവിൽ ചെന്നെത്തി നിൽക്കുകയായിരുന്നു. കാരണം ഈ റിബേഷാണ് ആദ്യമായി അത് പോസ്റ്റ് ചെയ്തത്. അപ്പൊ ആരാണ് ഉണ്ടാക്കിയത് എന്ന് ഇയാളോട് ചോദിച്ചാൽ മതി. പക്ഷെ ഇയാൾ പറയുന്നില്ല. ഇയാൾ പറയുന്നില്ല. അന്ന് 2 പൊട്ടിച്ചുകഴിഞ്ഞാൽ ഇയാൾ പറയായിരുന്നു. പക്ഷെ പിണറായിയുടെ പോലീസ് DYFIക്കാരനെ പൊട്ടിക്കില്ലല്ലോ. ഏതായാലും പുതിയ സംവിധാനമല്ല, ഈ പുതിയ സർക്കാർ വന്നു കഴിഞ്ഞപ്പോൾ ഇതിന് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചു. അന്വേഷണ സംഘത്തെ റിബേഷിൽ നിന്ന് മുന്നോട്ട് പോയി വടകര സ്ക്വാഡ് എന്ന് പറയുന്ന മറ്റൊരു ഇത്തരത്തിൽപ്പെട്ട വാട്സപ്പ് കൂട്ടായ്മ, അവരാണ് റിബേഷ് രാമകൃഷ്ണനേക്കാൾ മുന്നേ ഇത് പോസ്റ്റ് ചെയ്യുന്നു പറയുന്നു. അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ DYFIക്കാർ കൂട്ട നിലവിളിയാണ്, ഞങ്ങളെ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. ഞങ്ങളെ പീഡിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ കാഫിർ സ്ക്രീൻഷോട്ടിലും കൃത്യമായ അന്വേഷണം. ഇങ്ങനെ ഒരുപാട് ഇതൊക്കെ നടന്നത് ഒരു 2 ആഴ്ചക്കുള്ളിലാണ്, അല്ലെങ്കിൽ 3 ആഴ്ച തികയും മുമ്പാണ് ഇത്തരം കാര്യങ്ങളൊക്കെ VD സതീശൻ സർക്കാർ നടപ്പിലാക്കിയത്. ഇത് ഞാൻ നിങ്ങളോട് പറയാൻ കാരണേ, ഇതിനേക്കാൾ അപ്പുറം ഇതൊന്നുമല്ല. ഇതൊക്കെ ചെറുത്. എന്നെ ഏറ്റവും അധികം ആകർഷിച്ച ഇക്കഴിഞ്ഞ 3 ആഴ്ചക്കുള്ളിൽ VD സതീശൻ സർക്കാർ ചെയ്ത ഏറ്റവും തിളങ്ങുന്ന നമ്മളെ ആകെ കോരിത്തരിപ്പിച്ച ഒരു നടപടി എന്ന് പറയുന്നത്, ഇന്നലെ അത് കേരള കൗമുദി ഇന്നലെ ആ വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു കേട്ടോ. മറ്റു പത്രങ്ങളിലൊന്നും ആ വാർത്ത കണ്ടില്ല. കാരണം ഇത് കേരളകൗമുദി പ്രസിദ്ധീകരിക്കാൻ കാരണം മുഖ്യമന്ത്രി VD സതീശൻ കേരള കൗമുദിയുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ, കേരള കൗമുദിയുടെ 115ാം വാർഷികവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ബിസിനസ് രംഗത്തെ പ്രമുഖരുമായി നടത്തിയ ഒരു അഭിമുഖം. ആ അഭിമുഖത്തിന്റെ
വീഡിയോ കേരളകൗമുദിയുടെ വെബ്സൈറ്റിൽ, അതായത് കേരളകൗമുദിയുടെ യൂട്യൂബിൽ അവർ അപ്ലോഡ് ചെയ്തിരുന്നു. ഇതിന് താഴെ നിരവധി പേര് ഈ വി ഡി സതീശന്റെ നിലപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പേരുടെ കമന്റുകൾ ഇതിന്റെ അടിയിൽ വന്നിരുന്നു. അക്കൂട്ടത്തിൽ ഒരു കമന്റ് ഇട്ട ജോഷി തോമസ്, അങ്കമാലിക്കാരനായ ജോഷി തോമസ്, അതായത് വി ഡി സതീശൻ പറഞ്ഞത് ഈ വ്യവസായത്തിന് വേണ്ടി മുതൽ മുടക്കുന്ന ആരെയും ദ്രോഹിക്കില്ല, വ്യവസായത്തിന് വേണ്ടി മുതൽ മുടക്കുന്ന പുതിയ സംരംഭകർ, ഈ സംരംഭകർ ശരിക്കും ഞാൻ അത് വായിക്കാം. അതായത് വി ഡി സതീശൻ പറഞ്ഞ കൃത്യമായ വാക്കുകൾ ഞാനത് മനസ്സിൽ നിന്ന് പറയുമ്പോൾ ശരിയാവില്ല. മുഖ്യമന്ത്രി പറഞ്ഞത്, കച്ചവടക്കാർ, ബിസിനസ്സുകാർ, വ്യാപാരികൾ ഇവരെല്ലാം സർക്കാരിന്റെ മിത്രങ്ങളാണ്. ഞാൻ അവരെ കാണുന്നത് മാന്യരായ നികുതിദായകരായാണ്. കഴിഞ്ഞ സർക്കാർ ഈ സംരംഭകരെ എങ്ങനെയാണ് കണ്ടത് എന്നുള്ളതിന്റെ ഒരൊറ്റ ഉദാഹരണം മതി. സാബു എം ജേക്കബ് അല്ലേ, കിറ്റക്സിന്റെ സാബു എം ജേക്കബ് ദക്ഷിണേഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു വ്യവസായശാല തുടങ്ങാൻ വേണ്ടി ശ്രമിച്ച സാബു എം ജേക്കബിനെ ഓടിച്ചു. തെലങ്കാനയിലാണ് അദ്ദേഹത്തിന്റെ പുതിയ വ്യവസായ സംരംഭം ആരംഭിച്ചത്. എന്ന് പറഞ്ഞാൽ അവിടെ ഏതാണ്ട് 2000-3000 ആൾക്കാർക്ക് ജോലി കൊടുക്കുകയാണ്. അവിടെ പരോക്ഷമായി വേറെ ഒരു 5000 ആൾക്കാർക്ക് ജോലി. എന്ന് പറഞ്ഞാൽ ഒരു 5000-10,000 ആൾക്കാർക്ക് ജോലി സാധ്യതയുള്ള ഒരു മഹാസംരംഭത്തെ ഓടിപ്പിച്ചു വിട്ടതാണ് കഴിഞ്ഞ LDF സർക്കാർ.